മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വി.കെ. ഇബ്രാഹിം കുഞ്ഞിനെ അനുസ്മരിച്ച ആലുവ പൗരാവലി നടത്തിയ അനുസ്മരണ സമ്മേളനം അൻവർ സാദത്ത് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എന്റെ മുമ്പിൽ വരുന്ന ഒരാളെ പോലും നിരാശപ്പെടുത്താതെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു കാലഘട്ടത്തിൽ അത്താണിയായിരുന്നു എല്ലാവരുടെയും. അവിടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം അത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തുടർച്ചയായ വിജയമുണ്ടായത്. പിന്നീട് അദ്ദേഹത്തിന് സുഖമില്ലാതിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ തന്നെ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ നമുക്ക് 200-ൽ പരം പാലങ്ങൾ അത് ആലുവയിലും ഉണ്ടായിരുന്നു. നമുക്ക് ആലുവയിൽ 1, 2, 3 പാലങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു. എയർപോർട്ട് സീപോർട്ട് റോഡിന്റെ പാലം അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ താല്പര്യം. എയർപോർട്ട് സീപോർട്ട് റോഡ് യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ ആ പാലം വന്നുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ പാലം വന്നുകൊണ്ട് എത്രയോ ആളുകൾക്ക് ഗുണകരമായി യാത്ര ചെയ്യാൻ പറ്റി. അത് അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വികസനം നടക്കുമ്പോൾ ഒരു കരുതൽ നമ്മുടെ ആലുവക്ക് ഉണ്ടായിരുന്നു. ആലുവ നഗരസഭയുടെ കടത്തുകടവ് സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എം.കെ. ലത്തീഫ അധ്യക്ഷത വഹിച്ചു. പി.എം. മെഹബൂബ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പ്രിയപ്പെട്ട വി.കെ. ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ വിയോഗം വാസ്തവത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹം രോഗാതുരനായി കഴിയുകയായിരുന്നെങ്കിലും അവസാന സമയം വരെ അദ്ദേഹം പൊതുജനങ്ങൾക്ക് തൻ്റെ സഹജീവികൾക്ക് സ്നേഹവും സാന്ത്വനവും സഹായവും നൽകുന്നതിൽ കർമ്മനിരതനായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 20 വർഷത്തോളം 2 ടേം മട്ടാഞ്ചേരിയിൽ നിന്നും 2 ടേം കളമശ്ശേരിയിൽ നിന്നും എം.എൽ.എ. ആയി പ്രവർത്തിച്ച അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകിച്ച് തിരുക്കൊച്ചി മേഖലയിൽ, തെക്കൻ മേഖലയിൽ നിന്ന് ഏറ്റവും ഉയരത്തിലെത്തിയ ഒരു പ്രവർത്തകനാണ്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സൈജി ജോളി, വൈസ് ചെയർമാൻ ഫാസിൽ ഹുസൈൻ, പി.കെ. ജബ്ബാർ, രാജു കുംബ്ലാൻ, വി.പി. ജോർജ്, അഡ്വക്കേറ്റ് റെനീഷ് അഹമ്മദ്, ലത്തീഫ് പൂഴ്ത്തറ, അഡ്വക്കേറ്റ് സാജിദ സിദ്ദീഖ്, പി.എ. താഹിർ, മുഹമ്മദ് മമ്മി, അക്സർ മുട്ടം, അഡ്വക്കേറ്റ് നന്ദകുമാർ, സി.കെ. അമീർ എന്നിവർ അനുസ്മരണം നടത്തി. പൊതുപ്രവർത്തകർക്കും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ തികച്ചും ഒരു മാതൃകയായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെ സൗമ്യമായ പെരുമാറ്റം, ആരോടും യാതൊരുവിധ പരിഭവങ്ങളില്ലാതെ പൊതുരംഗത്തെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടു കൂടി അഭിമുഖീകരിക്കുന്ന ഒരു നമ്മുടെ നേതാവായിരുന്നു ശ്രീ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. വളരെ സിമ്പിൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നു. എല്ലാ കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധാപൂർവം കേൾക്കും. എവിടെ ചെന്നാലും വലിയ പോപ്പുലാരിറ്റി ഇല്ല, എന്നാലും പോലും റെക്കഗ്നൈസ് ചെയ്യുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എൻ്റെ കണ്ടോളൻസ് അറിയിക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഞാനപ്പോൾ ഒത്ത് കയറി കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് വല്ലാതെ ഞാൻ കണ്ടു. അല്ലെങ്കിൽ പുള്ളിയുടെ ഇളയ മകൻ നിന്ന് ചായ ഇരിക്കുന്നു. കാറിൽ എൻ്റെ കൂടെ വന്ന ഒരാൾ, ലാൻഡായിട്ടൊരാളെ പുള്ളി പുറത്താണ്. പുള്ളി ആരെ കാറിൽ പുള്ളി അവിടെ ഇരുന്നിട്ട് ചായ ഇരിക്കുമെന്ന് ഞാൻ പുള്ളി പറഞ്ഞു. അടുത്ത ആളിൽ കൊണ്ട് അവിടെ കൊണ്ട് പറഞ്ഞു. മകൻ ആ കാറിൻ്റെ അകത്തിരുന്ന് കൂടി വിട്ടില്ല ചായ. സത്യം പറഞ്ഞ ഒരു മന്ത്രിപദത്തിൽ ഒരാൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പോലും അത്രത്തോളം തൻ്റെ ഒരു മന്ത്രിയുടെ വീട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. തൻ്റെ വീട്ടിൽ വരുന്ന ആളുകളെ അത്രത്തോളം കരുതലോടും കൂടി പെരുമാറുന്ന ഒരു ജനപ്രതിനിധിയും
അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു, നല്ലൊരു സംഘാടകനായിരുന്നു, നല്ലൊരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ അതിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. തൻ്റെ മുന്നിലെത്തുന്ന ആളുകളോട് ഏറ്റവും മനുഷ്യത്വപരമായി ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്ത ഒരു മനുഷ്യസ്നേഹി. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതകാലത്ത് അദ്ദേഹം ഒത്തിരി കാര്യങ്ങളാണ് ജനങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. നാം പൊതുവെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മുൻ മന്ത്രിമാരൊക്കെ മരിക്കുമ്പോൾ ഓരോരുത്തരെയൊക്കെ പറ്റി പറയാറുണ്ട്, നല്ലവനായിരുന്നു, നല്ല സ്നേഹിയായിരുന്നു ഒക്കെ. അതിലുപരിയാണ് ശ്രീ വി കെ ഇബ്രാഹിം.